മാലിന്യം നീക്കുന്ന പ്രവർത്തനമാണോ തുടരുന്നത്? കാരണം ഫയർഫോഴ്സും സ്കൂബയും ഒക്കെ തിരികെ കയറിയിരിക്കുന്നു. ജോയ്ക്കായുള്ള തിരച്ചിൽ ഇനി എപ്പോഴാണ് പുനരാരംഭിക്കുക? മാലിന്യ നീക്കം എങ്ങനെ പുരോഗമിക്കുന്നു? ഷഹാന, കേരളത്തിൽ സമീപകാലത്ത് ഒരു മനുഷ്യന് വേണ്ടി ഇത്രയും ഒരു തെരച്ചിൽ നടന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ തന്നെ 34 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ജോയിയെ കണ്ടെത്താനായിട്ടില്ല. നേരത്തെ ഷഹാന സൂചിപ്പിച്ചതുപോലെ ഈ മാലിന്യം നീക്കുന്ന പ്രവൃത്തി തന്നെയാണ് പൂർത്തിയാകുക. മാലിന്യം നീക്കുന്ന പ്രവൃത്തി പൂർത്തിയാകുക എന്നുള്ളതാണ് ഇതിന് മുമ്പിലെ ഏറ്റവും വലിയ തടസ്സമായി, വെല്ലുവിളിയൊക്കെയായി നിലനിൽക്കുന്നത്. ഇപ്പോഴും ടണലിനുള്ളിലെ ഒരു 30 മീറ്ററോളം ഭാഗത്തെങ്കിലും ഈ മാലിന്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ നടക്കുന്നത് ഈ ബ്ലാക്ക് വാഷ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. അതായത് ഇപ്പോൾ ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ വെള്ളം നിറയ്ക്കുക, ആ വെള്ളം നിറച്ച് പിന്നീട് തുറന്നുവിടുക, ഫോഴ്സിൽ തുറന്നുവിടുക. അതുവഴി ഈ കട്ടിയുള്ള ഭാഗം, അതായത് ഈ മാലിന്യത്തിന്റെ ഉറച്ചുപോയ പാറ പോലെ ഉറച്ചു എന്ന് നേരത്തെ ഫയർഫോഴ്സ് മേധാവി അടക്കം പറഞ്ഞിട്ടുള്ള ആ ഭാഗം പുറത്തേക്ക് ആ പ്രഷറിൽ വരും എന്നുള്ളതാണ് പ്രതീക്ഷ. എന്തായാലും പക്ഷേ അത് ഇന്ന് നടക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം അതിന്റെ പ്രക്രിയയ്ക്ക് ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് ആദ്യം തടയണ കെട്ടണം. ആ തടയണ കെട്ടുന്നതിന് മുമ്പ് ഈ മാലിന്യം നീക്കം ചെയ്യാനുള്ള പ്രവർത്തികളാണ് നടക്കുന്നത്. മാലിന്യം നീക്കം ചെയ്ത ശേഷം മാത്രമായിരിക്കും ഈ ആമയിഴഞ്ചാൻ തോടിന്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിന് അടുത്തുള്ള സ്ഥലത്ത് ഈ വെള്ളം നിറയ്ക്കുക. വെള്ളം എന്ന് പറഞ്ഞാൽ 5 ലക്ഷം ലിറ്റർ വെള്ളമാണ് നിറയ്ക്കേണ്ടത്. ആ 5 ലക്ഷം ലിറ്റർ വെള്ളം നിറയ്ക്കുമ്പോൾ അത് ടണലിനുള്ളിലൂടെ ഒഴുകിപ്പോകാതിരിക്കാൻ ആദ്യം ഒരു തടയണ നിർമ്മിക്കും. ആ തടയണ നിർമ്മിച്ച ശേഷം ഈ വെള്ളം പൂർണ്ണമായിട്ട് അവിടെ നിറയ്ക്കും. അതിനുശേഷമായിരിക്കും ഈ തടയണ നീക്കം ചെയ്യുക. തടയണ നീക്കം ചെയ്യുന്ന സമയത്ത് ടണലിൽ കൂടി അല്ലെങ്കിൽ തുരങ്കത്തിൽ കൂടി ഈ വെള്ളം പൂർണ്ണമായിട്ടും അകത്തേക്ക് ഒഴുകും. അപ്പോൾ ഒരു പ്രഷർ ഉണ്ടാകും. ആ ഒഴുകുന്നത് ഒരു പ്രഷറിലായിരിക്കും. കാരണം വളരെ ഉയരത്തിലായിരിക്കും ആ വെള്ളം നിറയ്ക്കുന്നത്. 5 ലക്ഷം ലിറ്റർ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യമായ പ്രഷർ ഉണ്ടാകും. ആ പ്രഷറിലാണ് ഈ മാലിന്യം മുഴുവൻ പൂർണ്ണമായി പുറത്തേക്ക് വരിക എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അത് ഇന്നിപ്പോൾ നടത്താനുള്ള സാധ്യതയില്ല. അതിന് പ്രധാനമായ കാരണമെന്ന് പറയുന്നത് ഈ ഇത്രത്തോളം വെള്ളം ഈ തോട്ടിൽ നിറയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ തോതിൽ ഭീഷണിയാകും. പ്രത്യേകിച്ച് മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ ആ വെള്ളം കൂടി വരും. അങ്ങനെയാകുമ്പോൾ ഈ ഇതിനടുത്ത് തമ്പാനൂരിനടുത്ത് തന്നെയുള്ള രാജാജിനഗർ പ്രദേശത്തൊക്കെയുള്ള വീടുകളിൽ വെള്ളം കയറാനുള്ള സാധ്യത കൂടിയുണ്ട്. അത്തരമൊരു ആപത്കരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ രാത്രിയിൽ തന്നെ ഇത് നടക്കാനുള്ള സാധ്യതയില്ല. മറ്റൊരു പ്രശ്നം കൂടി അവർ ഉന്നയിക്കുന്നത്, രാത്രിയിൽ ഇത്തരത്തിൽ വെള്ളം തുറന്നു വിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം മഴയില്ലെങ്കിൽ പോലും ആ വെള്ളം പുറത്തേക്ക് വരുന്ന സമയത്ത് ഇരുട്ടായിരിക്കും, കാര്യമായ വെളിച്ചം ഉണ്ടാകില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ ഒഴുകി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, സാധനങ്ങൾ എന്തൊക്കെയാണ്, വസ്തുക്കൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രശ്നമായി നിൽക്കുന്നത്. അതുകൊണ്ട് ആ പ്രക്രിയ രാവിലത്തേക്ക് മാറ്റിവെക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. മറ്റൊന്ന്, നാവികസേനാംഗങ്ങളുടെ കാര്യം നേരത്തെ ഷഹാന ചൂണ്ടിക്കാണിച്ചതുപോലെ അവർ ഉടൻ എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അവർ ഇന്ന് പകൽ വൈകുന്നേരത്തോടു കൂടി പുറപ്പെട്ടതായിരുന്നു കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് റോഡ് മാർഗമാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കാലതാമസം നേരിടുന്നത്. അവർ എത്തി ഇനിയിപ്പോൾ ഇവിടെ ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് നടത്തുക എന്നുള്ളതാണ് വലിയ ചോദ്യം. കാരണം നാവികസേനയ്ക്ക് അവരുടേതായിട്ടുള്ള ഇന്ന് നാവികസേനയ്ക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? സ്ഥിതിഗതികൾ പഠിച്ച് നാളെ തിരച്ചിലിലേക്ക് ഇറങ്ങാനാണോ, അല്ലെങ്കിൽ ഇന്ന് തന്നെ എന്തെങ്കിലും നാവികസേനയ്ക്ക് ചെയ്യാനാവുമോ? നേരം ഇത്രയും ഇരുട്ടിയ സ്ഥിതിക്ക് ഇനി എന്താണ് അവർക്ക് ഇന്ന് ചെയ്യാനാവുക? ഷഹാന ചോദിച്ചതുപോലെ ഈ രാത്രിയിൽ എന്ത് ചെയ്യാനാകുമെന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ സമയം ഇത്രത്തോളമായിരിക്കുന്നു, 9 മണി പിന്നിട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അവർ എത്തിയ ശേഷം ഇവിടുത്തെ സ്ഥിതിഗതികൾ പഠിക്കുമ്പോൾ തന്നെ ഒരു സമയമാകുന്നു. അതിനുശേഷം അവർക്ക് ഈ തെരച്ചിൽ ദൗത്യത്തിലേക്ക് കടക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. ആ തെരച്ചിൽ ദൗത്യത്തിന് അവരുടേതായിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ട്. അടിയന്തര സാഹചര്യമാണ് എന്നുണ്ടെങ്കിലാണ് അവർ ഇത്തരത്തിൽ രാത്രിയിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അവരുടെ കയ്യിൽ എത്രത്തോളം അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളത് വരുമ്പോൾ മാത്രമാണ് അറിയാൻ കഴിയുക. അങ്ങനെ രാത്രിയിൽ അവർക്ക് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ഇറങ്ങാനുള്ള പ്രോട്ടോകോൾ അനുവദിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ എങ്ങനെയായിരിക്കും അവർ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതൊക്കെ ഒരു പ്രശ്നമാണ്. പക്ഷെ എന്തായാലും അവർ വന്നതിന് ശേഷം അധികൃതരുമായി ഒരു കൂടിക്കാഴ്ച, ഒരു യോഗം നടക്കുന്നുണ്ട്. അതായത് മേയറുണ്ട് ഇവിടെ, മറ്റ് നഗരസഭയുടെ സെക്രട്ടറി അടക്കമുള്ള അധികൃതരുണ്ട്, ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരുമായിട്ടും ഒരു കൂടിയാലോചന നടത്തിയ ശേഷമായിരിക്കും അടിയന്തര സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ നാവികസേന ഇറങ്ങുന്ന കാര്യം പരിഗണിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ രാവിലെ മാത്രമായിരിക്കും നാവികസേനയുടെ പ്രവർത്തനം നമുക്ക് ലഭ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അത് അവരുടെ പ്രോട്ടോകോളാണ്. അതാണ് അതിനകത്ത് പ്രശ്നമായി നിലനിൽക്കുന്ന ഒരു കാര്യം. ഈ സമയത്തിനുള്ളിൽ, അതായത് ഈ രാത്രിയിൽ ബാക്കി നിൽക്കുന്ന സമയത്തിനുള്ളിൽ ഈ തോട്ടിലെ മാലിന്യം, അതായത് ഈ ടണലിനകത്തെ മാലിന്യമല്ല ഞാൻ പറയുന്നത്, ഈ 1ാമത്തെ പ്ലാറ്റ്ഫോമിന് പുറത്ത് ഈ ടണലിന് തൊട്ട് മുമ്പായി നിൽക്കുന്ന മാലിന്യമുണ്ട്. ആ മാലിന്യം പൂർണ്ണമായിട്ട് ഇപ്പോൾ JCBക്ക് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മണ്ണുമാന്തി യന്ത്രത്താൽ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മാലിന്യം പൂർണ്ണമായിട്ടും നീക്കം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ വെള്ളം നിറയ്ക്കുന്ന പ്രക്രിയ
പ്രക്രിയയിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ വീണ്ടും ഈ വേസ്റ്റ് അവിടെ തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ടണലിൽ കൂടെ വെള്ളം ഒഴുക്കി വിടുന്നതിനൊക്കെ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്ത ശേഷം മാത്രമായിരിക്കും ഈ വെള്ളം നിറയ്ക്കുക. അതായിരിക്കും ഇന്നിപ്പോൾ രാത്രിയിൽ ഈ മാലിന്യം നീക്കൽ പ്രവൃത്തിയായിരിക്കും പ്രധാനമായിട്ടും നടക്കുക. വെള്ളം നിറയ്ക്കൽ എന്തായാലും രാവിലത്തേക്ക് മാത്രം പ്രതീക്ഷിച്ചാൽ മതി എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ അതിന് മുൻപിൽ നിൽക്കുന്നുണ്ട്. അതിനോടൊപ്പമാണ് ഇനി നാവികസേനാംഗങ്ങളുടെ വരവ് എങ്ങനെയാണ് എന്നൊക്കെയുള്ളത്. അത് മാത്രമല്ല, ഇന്നിപ്പോൾ രാത്രിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള MP രാജേഷ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. ഒരു 10:45 അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗികമായി എങ്ങനെയാണ് ഇനിയിപ്പോൾ ഉള്ള തെരച്ചിൽ പ്രവർത്തനങ്ങളൊക്കെ നടക്കുക എന്നൊക്കെയുള്ള ചിലപ്പോൾ ഒരുപക്ഷെ വിശദീകരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ രാത്രിയിൽ കാര്യമായ തെരച്ചിലിലേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഫയർഫോഴ്സും സ്കൂബ ടീം അംഗങ്ങളും ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് വിട്ടിട്ടുണ്ട്. കാരണം അവർക്ക് രാത്രിയിൽ തെരച്ചിൽ നടത്താൻ. സ്കൂബ ടീം അംഗങ്ങളും എപ്പോഴാണ് തിരച്ചിൽ പുനരാരംഭിക്കുന്നത്? ഷഹന, അവർ രാവിലെ 6 മണിയോടുകൂടി തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഒരു വെട്ടം വീണ ശേഷം, വെളിച്ചം വീണ ശേഷമായിരിക്കും അവരുടെ തെരച്ചിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. കാരണം അവർ കൂടുതലും ഈ രാത്രി കാലങ്ങളിൽ അങ്ങനെ ഇറങ്ങുന്ന ഒരു പതിവില്ല. ഇന്നലെയൊക്കെ തന്നെ കുറച്ചുകൂടി നേരം നീണ്ടു പോകാനുള്ള ഒരു കാരണം ആദ്യത്തെ ദിവസമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല, സ്ഥിതിഗതികൾ കുറച്ചുകൂടി മനസ്സിലാകുന്നത് ഇന്നായിരുന്നു. ഇന്നലെ അത്രയും എളുപ്പമായി കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യമില്ലായിരുന്നു. എല്ലാം അടിയന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമായിരുന്നു ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് ഇന്നിപ്പോൾ എന്തായാലും അവർ വൈകുന്നേരത്തോടുകൂടി നേരം ഇരുട്ടിയപ്പോഴേക്കും അവർ പൂർണ്ണമായിട്ട് ഇത് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ രാവിലെ 6 മണിക്ക് തുടങ്ങുമെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഷഹാന.